എൻ്റെ ടോപ്പിക്ക് ക്ലോറോപ്ലാസ്റ്റ് ജീനോമാണ്. ക്ലോറോപ്ലാസ്റ്റ് ജീനോം എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ DNA മോളിക്യൂളാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്നതാണ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറിലും ഫംഗ്ഷനും ആവശ്യമായിട്ടുള്ള ജീൻസൊക്കെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു മോളിക്യൂളാണ് ഇത്. ക്ലോറോപ്ലാസ്റ്റ് ഓർഗാനിസം മെയിനായിട്ട് കാണുന്നത് ആൽഗൽ സെൽസിലും പ്ലാന്റ്സിലൊക്കെയാണ് കാണുന്നത്. ഇത് എന്തിനാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫോട്ടോസിന്തസിസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഫോട്ടോസിന്തസിസ് വഴി ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് കെമിക്കൽ എനർജി ആയിട്ട് മാറ്റും. ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോം ഇമ്പോർട്ടൻസ് ഉണ്ടാവാൻ കുറേ റീസൺസ് ഉണ്ട്. അതിലൊന്നാണ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് അതാണ് ഒരു കാര്യം. ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോമിൽ ഫോട്ടോസിന്തസിസിനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ആവശ്യമായിട്ടുള്ള ജീൻസൊക്കെ അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം പറയാനാണ് ഫൈലോജനറ്റിക് ഇൻഫറൻസ്. ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോം വഴി വെച്ചിട്ട് നമുക്ക് ഫൈലോജനി സ്റ്റഡി ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൺസേർവ്ഡ് നേച്ചർ, അതേപോലെ തന്നെ മെറ്റേണൽ ഇൻഹെറിറ്റൻസ് പാറ്റേൺസ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ ഹൈ ലെവൽ ഓഫ് സീക്വൻസ് വേരിയേഷൻസും വിത്തിൻ സർട്ടൻ റീജിയൻസും കാണാൻ പറ്റുന്നതാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇതിനെ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് അക്രോസ് ഡിഫറെൻറ്റ് പ്ലാന്റ് ടാക്സിനൊക്കെ പറ്റി നമുക്ക് പഠിക്കാൻ സഹായിക്കും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻസിനുള്ള റീസൺ വരുന്നതാണ് ജനറ്റിക് എഞ്ചിനീയറിങ്. ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോം യൂസ് ചെയ്തിട്ട് കുറേ വെക്റ്റേഴ്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഈ വെക്റ്റേഴ്സ് ഉണ്ടാക്കാനൊക്കെ സഹായിക്കും. ഇനി അടുത്ത് പറയുന്നത് ഇവല്യൂഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ജീനോമാണ്. ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോം എങ്ങനെയാണ് ഉണ്ടായി വന്നത്? ഇത് മെയിനായിട്ട് പറയുന്നത് എൻഡോസിംബയോട്ടിക് ഒറിജിൻസ് ആണ് പറയാം. ആദ്യം ഒരു ബില്യൺ ഇയേഴ്സ് എഗോ എന്തുണ്ടായിരുന്നു, ആ ഒരു ഫ്രീ ലിവിങ് ആയിട്ടുള്ള സയാനോ ബാക്ടീരിയം ഉണ്ടായിരുന്നു. ഇതിനെ യൂക്കാരിയോട്ടിക് സെൽസ് എൻഗൾഫ് ചെയ്യും. എന്നിട്ട് അപ്പോൾ സാധാരണ എൻഗൾഫ് ചെയ്തതിന് പിന്നെ ഡൈജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷേ ഇതിലെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീ ലിവിങ് ആയിട്ടുള്ള സയാനോ ബാക്ടീരിയം ഈ യൂക്കാരിയോട്ട് സെല്ല് എൻഗൾഫ് ചെയ്തപ്പോൾ പിന്നീട് ഇത് ഡൈജസ്റ്റ് ചെയ്തില്ല. പക്ഷേ പിന്നീട് അതൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ്, ആ ഹോസ്റ്റ് സെല്ലായിട്ട് ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ അവിടെ നിലനിന്നു. കുറേ ടൈമിന് ശേഷം എൻഡോസിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഇവോൾവ് ചെയ്തിട്ട് അത് ഇവോൾവ് ചെയ്ത് ഒരു ക്ലോറോപ്ലാസ്റ്റായിട്ട് മാറി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇവല്യൂഷൻ പറയുന്നത്. പിന്നീട് ഈ ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ്സിൻ്റെ ആൽഗയിലും ഫോട്ടോസിന്തസിസിനൊക്കെ ഉള്ള ഒരു ഓർഗനലായിട്ട് മാറി. ഇതിൽ നമ്മളൊരു വേർഡ് പറഞ്ഞു, എൻഡോസിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ഈ എൻഡോസിംബയോട്ടിക് റിലേഷൻ എന്ന് പറയുന്നത് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വൺ ഓർഗാനിസം വേറൊരു ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതിനെയാണ് പറയാം. അവർ തമ്മിലുള്ള ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് സ്ലൈഡിൽ ഇതിൻ്റെ ഒരു ഫിഗർ കാണാൻ പറ്റും. ആദ്യമാണ് ഒരു യൂക്കാരിയോട്ടിക് സെല്ലുണ്ട് അവിടെ. ഒരു ഫ്ലോ ചാർട്ടാണ് കാണുക. അപ്പോൾ ആദ്യം ഒരു യൂക്കാരിയോട്ടിക് സെല്ല് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നോർമലായിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയം കാണാൻ പറ്റും. യൂക്കാരിയോട്ടിക് സെൽ മെംബ്രെയിനും ഉണ്ട്. അപ്പോൾ പുറത്തൊരു ഫ്രീ സയാനോ ബാക്ടീരിയം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫ്രീ ആയിട്ടുള്ള സയാനോ ബാക്ടീരിയം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ യൂക്കാരിയോട്ടിക് സെല്ല് അതിനെ എൻഗൾഫ് ചെയ്യും. ശേഷം എന്താ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീ സയാനോ ബാക്ടീരിയത്തിന് ചുറ്റും ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിന് നമ്മൾ ഫാഗോസോമൽ മെംബ്രെയിൻ എന്ന് പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെ എന്താ പറയുകയെന്ന് വെച്ചാൽ പ്രൈമറി എൻഡോസിംബയോണ്ട് എന്ന് പറയും. അതായത് ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ കൂടെ വിത്ത് 2 മെംബ്രെയിൻസ് എന്ന് പറയും. ഇനി അത് കുറച്ച് കഴിയുമ്പോൾ ഇതിനെ വേറൊരു യൂക്കാരിയോട്ടിക് സെല്ല് എൻഗൾഫ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക, ഇതിൽ ആദ്യം പ്രൈമറി എൻഡോസിംബയോണ്ടിൽ ഉണ്ടായിരുന്ന ന്യൂക്ലിയസ് ഡീജനറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ പിന്നെ ബാക്കി അതിൽ ഈ ക്ലോറോപ്ലാസ്റ്റൊക്കെ തന്നെയാണ് കാണാം. അപ്പോൾ ആ ഡീജനറേറ്റ് ചെയ്യണ ആ ഒരു ഇതില്ലേ, അതിനെ പറയുന്ന പേരാണ് സെക്കൻഡറി എൻഡോസിംബയോണ്ട് എന്ന് പറയും. അതായത് പ്രൈമറി എൻഡോസിംബയോണ്ട് ഒരു യൂക്കാരിയോട്ടിക് സെല്ലിലേക്ക് വേറൊരു യൂക്കാരിയോട്ടിക് സെല്ലിലേക്ക് എൻഗൾഫ് ചെയ്യപ്പെട്ടു. ആ ഒരു ഇതിന് പറയുന്നത് സെക്കൻഡറി എൻഡോസിംബയോണ്ട്. ലേശം ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഈ ന്യൂക്ലിയസ് ഡീജനറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ ഒരു ക്ലോറോപ്ലാസ്റ്റ് വിത്ത് 4 മെംബ്രെയിൻസ് ഉള്ള ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടായിരിക്കും.
ആ യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ ഉള്ളിൽ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോമിലുള്ള ജനറ്റിക് ചേഞ്ചസിനെ പറ്റിയിട്ടാണ്. ഇതിൽ ജീൻ ട്രാൻസ്ഫറും ജീനോം റിഡക്ഷനും ഒക്കെ നടക്കുന്നുണ്ട്. ഈ ജീൻ ട്രാൻസ്ഫറിനെ പറ്റി പറയുമ്പോൾ ഈ സയനോ ബാക്ടീരിയ ജീൻസിലെ ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻസ് ഹോസ്റ്റ് സെല്ലിൻ്റെ ന്യൂക്ലിയസിലേക്ക് പോകുന്നുണ്ട്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻഡോസിംബയോട്ടിക് ജീൻ ട്രാൻസ്ഫർ, EGT എന്ന് പറയും. ഇതുമൂലം ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോമിന് സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ കിട്ടുന്നുണ്ട്. സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻ കിട്ടുന്നുണ്ട്. ഇനി ജീനോം റിഡക്ഷനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ ഈ ജീൻസ് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്മോളറാവും, സൈസ് കുറഞ്ഞു വരും, സ്മോളറായി മോർ സ്ട്രീം ലൈൻഡ് ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ജീനോമാണ്. ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോംസിന് വളരെയധികം ഫീച്ചേഴ്സ് ഉണ്ട്. മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർക്കുലർ DNA മോളിക്യൂൾസ് ആണ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ് ഇത് കാണാൻ പറ്റുക. ഇതിന് ഒരു ക്വാർട്ടിപ്പാർട്ടൈറ്റ് സ്ട്രക്ചറാണ് ഉള്ളതെന്നാണ് പറയണത്. മോസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് പ്ലാന്റ്സിലും ഈ ക്ലോറോപ്ലാസ്റ്റിന് ഈ ഒരു ടൈപ്പ് സ്ട്രക്ചറാണ് ഉണ്ടായിരിക്കുക. ഇതിലെ സ്ട്രക്ചറിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഒരു ലാർജ് സിംഗിൾ കോപ്പി റീജിയൻ ഉണ്ടാവും, അതേപോലെ ഒരു സ്മോൾ സിംഗിൾ കോപ്പി റീജിയൻ ഉണ്ടാവും, പിന്നെ ഒരു ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് ഉണ്ടായിരിക്കും. ഇത് നെക്സ്റ്റ് സ്ലൈഡിൽ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലാർജ് സിംഗിൾ കോപ്പി റീജിയൻ LSC എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ഫോട്ടോസിന്തസിസിനും ബാക്കിയുള്ള മെറ്റബോളിക് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ജീൻസ് അവിടെയാണ് കാണാം. പിന്നെ വേറൊരു സ്മോൾ സിംഗിൾ കോപ്പി റീജിയനും കാണാൻ പറ്റും. അതിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജീൻസ് അതിൽ കാണാൻ പറ്റുള്ളൂ. tRNAയും RNAയുടെ കൂടെയൊക്കെ റിലേറ്റ് ചെയ്ത് പോകുന്ന ജീൻസിനാണ് അവിടെ കാണാൻ പറ്റുക. പിന്നെ വേറൊരു സെക്ഷനാണ് ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ്, IRS എന്ന് പറയും. അതെന്ന് പറയുന്നത് 2 ഐഡൻറ്റിക്കൽ DNA സീക്വൻസ് ഓറിയൻറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്. ഇത് കാണാൻ സാധിക്കുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സിംഗിൾ കോപ്പി റീജിയൻ്റെയും സ്മോൾ സിംഗിൾ കോപ്പി റീജിയൻ്റെയും ഇടയിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു LSC കാണാം, അതുപോലെ തന്നെ SSC കാണാം. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു എന്താ പറയുക ഇൻവെർട്ടർ റിപ്പീറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ജീൻ കണ്ടൻസിനെ പറ്റി പറയുമ്പോൾ ഇതിൽ ഫോട്ടോസിന്തസിസിനൊക്കെ ആവശ്യമായിട്ടുള്ള ജീൻസ് ഇതിൽ കാണാൻ സാധിക്കും. അതായത് നമ്മൾ അറിയാം ഫോട്ടോസിന്തറ്റിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറഞ്ഞ പ്രോസസ്സുണ്ട്. ഇതിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസൊക്കെ, അതായത് ഈ ലൈറ്റ് എനർജിയും അതേപോലെ തന്നെ നമ്മൾ ETSൽ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, ലൈറ്റിനെ അബ്സോർബ് ചെയ്യും, പിന്നെ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസിൻ്റെ ഒക്കെ ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ കാർബൺ ഫിക്സേഷൻ, അതായത് ഈ കാൽവിൻ സൈക്കിളിനൊക്കെ വേണ്ടിയിട്ടുള്ള എൻസൈംസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷൻ്റെ കാര്യം, അതായത് RNA പോളിമറൈസ്, tRNAs, rRNAസിനൊക്കെ വേണ്ടിയിട്ടുള്ള ജീൻസും ഇതിൽ കാണാൻ പറ്റുന്നത്. ഈ ജീൻ ട്രാൻസ്ഫറിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞു ഇവല്യൂഷണറി ടൈമിൽ ഇങ്ങനെ ഇവല്യൂഷൻ വഴി ഇതിലുള്ള ജീൻസ് ക്ലോറോപ്ലാസ്റ്റ് ജീനോമിലുള്ള ജീൻസ് ന്യൂക്ലിയർ ജീനോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ടുണ്ടെന്ന്. ഇത് കാരണം ഇതിൻ്റെ സൈസ് പിന്നീട് കുറയുകയും സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ജീനോമായിട്ട് പിന്നീട് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ കൺസർവേഷൻ്റെ കാര്യം പറയുമ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോംസിൽ ഹൈ ഡിഗ്രി ഓഫ് കൺസർവേഷൻ കാണാൻ പറ്റും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസിൽ നോക്കുമ്പോഴും. ഇത് കാരണം ഇതിനെ എന്താ പറയുക കുറേ ഫൈലോജനറ്റിക് സ്റ്റഡീസിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ സർക്കുലർ DNA ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ടിപ്പിക്കലി സർക്കുലറാണ്, പക്ഷേ ചില ഇതിൽ നമുക്ക് ലീനിയറായിട്ടും കാണാൻ പറ്റും. അത് കാണുന്നത് ചില ആൽഗേസിലാണ് കാണുന്നത്. അങ്ങനെ
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്ലോറോപ്ലാസ്റ്റ് ജീനോമിന് എന്ന് പേരും കിട്ടി ന്യൂക്ലിയർ ജീനോം എന്നും ഇടയ്ക്ക് കിട്ടിയിരുന്നു. ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോമും ന്യൂക്ലിയർ ജീനോമും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോമും ന്യൂക്ലിയർ ജീനോമും ഒക്കെ കാണുന്ന ഒരു പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്ന ഒരു സംഭവങ്ങളാണ്. ഇതിന് പലതരം ഡിഫറൻസ് കാണാൻ പറ്റും, അതിൻ്റെ സ്ട്രക്ചറിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പറയുമ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ജീനോം നമ്മൾ ടിപ്പിക്കലി സർക്കുലറാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ന്യൂക്ലിയർ ജീനോമാണെങ്കിലോ അത് ലീനിയർ ആയിട്ടാണ് കാണുന്നത്. ഭയങ്കര കോംപ്ലക്സ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ക്ലോറോപ്ലാസ്റ്റ് ജീനോമിന് ക്വാഡ്രിപാർട്ടൈറ്റ് സ്ട്രക്ചറാണ് കാണുന്നത്. അതായത് LSCയും SSCയും അതുപോലെ തന്നെ 2 IRS ഇൻവെർട്ടർ റിപ്പീറ്റ്സ് ഒക്കെയുള്ള ഒരു സ്ട്രക്ചർ. പക്ഷേ നമ്മുടെ ന്യൂക്ലിയർ ജീനോമിനെ വെച്ച് നോക്കുകയാണെങ്കിലോ അവർക്കിത് ഈ ഒരു ടൈപ്പ് സ്ട്രക്ചേഴ്സ് കാണാൻ സാധിക്കുന്നതല്ല. ഇനി സൈസിനെ പറ്റി പറയുകയാണെങ്കിലോ ക്ലോറോപ്ലാസ്റ്റ് ജീനോം ന്യൂക്ലിയർ ജീനോമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ സ്മോളാണ്. ഇനി ഇവരുടെ ഡിഫറൻസിൽ നമ്മുടെ ജീൻ കണ്ടൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോമിലാണെങ്കിൽ ഈ ഫോട്ടോസിന്തസിസിനും അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ജീൻസ് കുറേ കാണാൻ പറ്റും. ഇനി ന്യൂക്ലിയർ ജീനോമിലാണെങ്കിലോ ഒരു ഓർഗാനിസത്തിന് എൻറ്റയർ ആയിട്ടുള്ള ഓർഗാനിസത്തിന് ഡെവലപ്മെൻറ്റിനും അതിൻ്റെ ഫങ്ഷനും വേണ്ടിയിട്ടുള്ള എല്ലാ ജീൻസും അതിൽ കാണാൻ പറ്റും. ഈ ജീൻ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവല്യൂഷണറി ടൈമിൽ ഒറിജിനൽ ക്ലോറോപ്ലാസ്റ്റ് ജീൻസിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മുടെ ന്യൂക്ലിയർ ജീനോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇതൊരു ക്ലോറോപ്ലാസ്റ്റ് ജീനോമിൻ്റെ യൂണീക്ക് ഫീച്ചറായിട്ട് പറയാം. ഇനി അടുത്ത ഡിഫറൻസ് പറയുന്നത് അതിൻ്റെ ഇൻഹെറിറ്റൻസിൻ്റെ ഒക്കെ കാര്യത്തിലാണ്. ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോമാണ് മെറ്റേണൽ ഇൻഹെറിറ്റൻസ് ആണ് വരുന്നത്. അതായത് പ്രൈമറിലി ഫ്രം മദറിൽ നിന്നാണ് മെയിനായിട്ട് വരുന്നത്. ഇനി ന്യൂക്ലിയർ ജീനോം ആണെങ്കിലോ ബോത്ത് പാരൻസിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഇനി ജീൻ എക്സ്പ്രഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിന് അതിൻ്റേതായുള്ള യൂണിക് ജീൻ എക്സ്പ്രഷൻ മെഷീനറി ഉണ്ട്. അതായത് ഇതിൽ വരുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ് സ്പെസിഫിക് RNA പോളിമറൈസും അതുപോലെ തന്നെ റൈബോസോംസൊക്കെ. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യം കാണിച്ചിരിക്കുന്നത് ന്യൂക്ലിയസ് ആണ്, ഇതിൻ്റെ ഒരു ഫിഗറാണ്. രണ്ടാമത്തെ കാണിച്ചത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു ഫിഗറാണ്. മൂന്നാമത്തെ കാണിച്ചിരിക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ ഒരു ഫിഗറാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് ജീനം അക്രോസ് ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൽ ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോമിനുള്ള വ്യത്യാസങ്ങൾ പല നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിലും ആൽഗേറ്റ്സിലൊക്കെയാണ് ഈ സാധനം കാണുകയെന്ന് പറഞ്ഞു. അതിൽ തന്നെ പല ഓർഗാനിസത്തിനെ ബേസ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ആദ്യം പറയുന്നത് സൈസിൻ്റെ കാര്യമാണ്. ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോമ് സൈസിലും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ലാൻഡ് പ്ലാന്റ്സിലാണെങ്കിൽ അത് സ്മോളായിരിക്കും, സ്മോളർ ജീനോംസ് ആയിരിക്കും ഇതിലുണ്ടാവുക. 120 to 160 KB ആയിരിക്കും ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. ഇനി ചില ആൽഗേസിലാണെങ്കിലോ, അതായത് പൊർഫൈറ പർപ്യൂറ എന്ന് പറഞ്ഞ ആൽഗേസിലൊക്കെ ആണെങ്കിൽ ലാർജ് ജീനോംസ് ആയിരിക്കും കാണാം. ഒരു 190 KB അടുത്തോളം വരും. ഇനി ജീൻ കണ്ടൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴോ ഈ ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൽ അതിൻ്റെ കാര്യം വേരി ചെയ്തുകൊണ്ടിരിക്കും. ചില ഇതിൽ ലോസ്റ്റ് ആയി പോവും, ചില ഇതിൽ ഗെയിൻ ചെയ്യും. അതൊക്കെ ഇവല്യൂഷൻ്റെ ഒരു ഇത് കാരണം ചില ഓർഗാനിസത്തിൽ ചില ജീൻസൊക്കെ ലോസ്റ്റ് ആയി പോയിട്ടുണ്ടാവും, ചില ഇത് ഗെയിൻ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇനി സ്ട്രക്ചറിൻ്റെ കാര്യം പറയുമ്പോൾ ചില ഇതിൽ ക്ലാസിക് ആയിട്ടുള്ള ക്വാഡ്രിപാർട്ടൈറ്റ് സ്ട്രക്ചർ ആയിരിക്കും കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു LSC ഉണ്ടാവും, SSC ഉണ്ടാവും, അതുപോലെ തന്നെ രണ്ട് ഇൻവെർട്ടർ റിപ്പീറ്റ്സ് ഒക്കെയുള്ള ഒരു ഇത്. അത് കോമൺ ആയി കാണാൻ ലാൻഡ് പ്ലാന്റ്സിലായിരിക്കും. പക്ഷേ അത് നോട്ട് യൂണിവേഴ്സ്, അതായത് എല്ലാത്തിലും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കില്ല. ഈ ചില ആൽഗേസിൽ സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ നമ്മൾ പറയും ഇൻവെർട്ടർ റിപ്പീറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, അത് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. ഇനി ജീൻ ഓർഡറിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഈ ജീൻ ഓർഡേഴ്സൊക്കെ ഈ ജീനോമിൽ തന്നെ റീഅറേഞ്ച് ചെയ്തിട്ടൊക്കെ ഇരിക്കുക, ഈ റീഅറേഞ്ച് ഓരോ ഓർഗാനിസത്തിലും. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഈ വേരിയേഷൻസും ഉണ്ടാവാൻ സാധിക്കുന്നത്. ഇനി ഇൻട്രോൺസിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൽ ഇൻട്രോൺസിൻ്റെ നമ്പർ വേരി ചെയ്തുകൊണ്ടിരിക്കും.
ഓരോ ഗ്രൂപ്പുകൾ, ഇപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ഓർഗാൻസിന് ഓരോ ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകളൊക്കെ വെച്ചിട്ട് ചില ഇതിൽ കൂടിയിരിക്കും, ചില നമ്പർ കുറഞ്ഞിരിക്കും. ഇനി ഇതിൻ്റെ ഒരു നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൽ ഉള്ള വ്യത്യാസങ്ങൾ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ആൽഗയ്ക്കായിരിക്കും എന്താ പറയുക, ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോമിന് ഭയങ്കര സൈസും സ്ട്രക്ചറും ജീൻ കണ്ടൻസൊക്കെ ഉണ്ടായിരിക്കുക. ഈ ലാൻഡ് പ്ലാന്റ്സിനെ കമ്പയർ ചെയ്ത് വെക്കുമ്പോൾ ഈ ആൽഗേറ്റ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. ഇനി ലാൻഡ് പ്ലാന്റ്സിൽ എന്താ പറയുക, ഈ ലാൻഡ് പ്ലാന്റ്സിൻ്റെ ഉള്ളിലും കുറേ തരം പ്ലാന്റ്സ് ഉണ്ട്. അതായത് ജിംനോസ്പേംസ് ഉണ്ട്, ആൻജിയോസ്പേം. ജിംനോസ്പേം കോണിഫേഴ്സ് ആണ്. ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അതിൻ്റെ ഉള്ളിലും ഡിഫറൻസ് വരും. അതായത് ജിംനോസ്പേംസിനായിരിക്കും ലാർജർ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കുക ഈ ആൻജിയോസ്പേംസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇനി അടുത്തത് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ്, നമ്മൾ പറഞ്ഞ കുറേ ഡിഫറൻസ്, സൈസ്, ഇൻട്രോൺസിൻ്റെ നമ്പർ, അങ്ങനെ കുറേ ഡിഫറൻസ് പറഞ്ഞു. ഇത് നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസിനൊക്കെ കാര്യമുള്ളത്, എന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്നാണ് പറയണത്. മെയിനായിട്ടുള്ള റീസൺ പറയണത് ഇവല്യൂഷണറി സ്റ്റഡി, ഫൈലോജനിക് സ്റ്റഡി, ഇതിനൊക്കെ വേണ്ടി നല്ല ഹെൽപ്ഫുള്ളാണ്. കാരണം ഓരോ ഓർഗാനിസത്തിലും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഇത് കാരണം നമുക്ക് ഓരോ ഓർഗാനിസത്തിനെ തിരിച്ചറിയാനും അവരുടെ ഇവല്യൂഷണറി ഇതും എവല്യൂഷനൊക്കെ മനസ്സിലാക്കാനും ഫൈലോജനറ്റി സ്റ്റഡീസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി പറയണത് ജനറ്റിക് എഞ്ചിനീയറിങ്ങിലും ഇത് ഹെൽപ്ഫുള്ളാണെന്നാണ്. അതായത് ഓരോ ക്ലോറോപ്ലാസ്റ്റ് ജീനോമിലും വരുന്ന വേരിയേഷൻസൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു എക്സാമ്പിളായിട്ട് പറയാം, ജനറ്റിക് മോഡിഫൈഡ് ക്രോപ്സൊക്കെ ഇപ്പോൾ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്സിന് ഇത് ഹെൽപ്ഫുള്ളാണ്. അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ഒരു കാര്യം പറയുന്നത്. അത് ഫോറിൻ DNA ക്ലോറോപ്ലാസ്റ്റ് ജീനോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് പുതിയ ക്രോപ്സൊക്കെ ഉണ്ടാക്കുന്നതിനാണ് പറയുന്നത്. അതായത് ഇൻസെക്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജനറ്റിക് എഞ്ചിനീയറിങ് പ്ലാന്റ്സ്. അപ്പോൾ എന്താ പറയുക, ആ പ്ലാന്റ് ആ ഇൻസെക്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പോൾ അങ്ങനെ പലതരം ചേഞ്ചസൊക്കെ വരുത്താനും ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലും ഇതിന് നല്ലൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അടുത്ത സ്ലൈഡിലും അത് തന്നെയാണ് പറയുന്നത്. അതായത് ക്ലോറോപ്ലാസ്റ്റ് DNA എടുത്തിട്ട് അതിലേക്കൊരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ക്ലോറോപ്ലാസ്റ്റ് DNA ആയിട്ട് മാറും. ഇതുകൊണ്ട് പല യൂസുകൾ, അതായത് തെറാപ്യൂട്ടിക് പ്രോട്ടീൻസ് ഉണ്ടാക്കാനും, അതുപോലെ ബയോഫ്യൂവൽസ് ഉണ്ടാക്കാനും, ഫൈറ്റോ റെമഡിയേഷനിലും, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഇൻഡസ്ട്രിയൽ എൻസൈംസ് ഉണ്ടാക്കാനും ഒക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇനി കൺക്ലൂഷനായി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റ് ജീനോം എന്ന് പറയുന്നത് ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു DNA സീക്വൻസ് ആണ്. ഇത് കാണുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഓർഗനലാണ്. കാരണം ഇത് വെച്ച് ഇവല്യൂഷണറി സ്റ്റഡീസിനൊക്കെ സഹായിക്കും. കാരണം ഓരോ ഡിഫറെൻറ്റ് ഓർഗാനിസത്തിലും ഡിഫറെൻറ്റ് ഷേപ്പിലും അതിൻ്റെ ഉള്ള കുറേ ജീൻസിൻ്റെ നമ്പറിലും ഇൻട്രോൺസിലൊക്കെ വ്യത്യാസമുള്ള കാരണം നമുക്കിതിന് ഇവല്യൂഷണറി സ്റ്റഡീസിനും ഫൈലോജനറ്റിക് സ്റ്റഡീസിനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ജനറ്റിക് മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് ഉണ്ടാക്കാനും, അതുപോലെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഇതാണ് ക്ലോറോപ്ലാസ്റ്റ് ജീനോം. താങ്ക് യു.